ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദൂസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന കടുത്ത താരനെയും ഇല്ലാതാക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിടിച്ചു നിർത്താൻ പറ്റാത്ത അത്രയും മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പൊ നമ്മൾ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് താരനെ ഇല്ലാതാക്കുന്നതാണ്. അത്തരത്തിലുള്ള താരനെ ഇല്ലാതാക്കാനായിട്ടുള്ള വെറും രണ്ടേ ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. താരൻ ഇല്ലാതാക്കാനായിട്ട് മാത്രമല്ല കേട്ടോ, മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മുടി നന്നായി വളരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കായാലും ചെയ്തു നോക്കാവുന്നതാണ്, കുഞ്ഞുങ്ങൾക്കായാലും ചെയ്തു നോക്കാവുന്നതാണ്. എന്താണ് ആ ഒരു കാര്യം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ മുടി കൊഴിച്ചിലും വേറെ 7 ദിവസം കൊണ്ട് മാറാനായിട്ട്, മുടി നന്നായി തഴച്ചു വളരാനായിട്ട് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയതല്ല, ഒരു 4.5 വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് വരെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട്, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ, സ്കിൻ വൈറ്റനിങ് ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഹെയർ ജെല്ല്, സ്കിൻ വൈറ്റനിങ് ജെല്ല്, അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ലിബാം. അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, റേറ്റ് എങ്ങനെയാണ്, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാൻ നമ്മൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നത്. മുടിയിലുണ്ടാകുന്ന എത്ര കടുത്ത താരനെയും ഇല്ലാതാക്കി മുടി കൊഴിച്ചിൽ മാറ്റി മുടി തഴച്ചു വളരാനായിട്ട് ഉലുവ ജെല്ലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ടിപ്പാണിത്. ഹെയർ ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല, കടുത്ത താരനായാലും, അതായത് നിങ്ങൾ എന്തൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടും നിങ്ങളുടെ താരൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ഇത് ചെയ്യുക. ഒരു വട്ടം ചെയ്ത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട്. അടുപ്പിച്ച് ചെയ്താലും വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ നിങ്ങൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് കുതിർത്താൽ മതി കേട്ടോ. അധികം വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ പിറ്റേ ദിവസം രാവിലെ കുതിർത്ത വെള്ളത്തോട് കൂടിയിട്ട് ഉലുവ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള കറ്റാർവാഴ ജെല്ല്, അതായത് ഒരു മീഡിയം സൈസുള്ള കറ്റാർവാഴയുടെ തണ്ടിയിൽ നിന്നുള്ള ഫുള്ളായിട്ടുള്ള ജെല്ല് ഈ ഉലുവ അരച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. വാങ്ങുന്ന അലോവേര ജെല്ല് ഉപയോഗിച്ച് ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. പ്യുവർ ആയിട്ടുള്ള വീട്ടിലെ കറ്റാർവാഴ ജെല്ല് തന്നെ വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട്. ഉലുവയും അലോവേരയും ഉപയോഗിച്ച് നമ്മുടെ ചാനലിൽ ഒരുപാട് ടിപ്സ് ഹെയർ ഗ്രോത്തിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. മാത്രമല്ല, ഒരു വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിൽ, ഒരു 100 മുടിയൊക്കെ കൊഴിയുന്ന ഒരാളാണെന്നേക്കും, ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഒരു 50 മുടി കൊഴിച്ചിലേക്ക് മാറും. അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണിത്. എത്ര തിരക്കുള്ള ആളുകൾക്കും 2 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്യണം എല്ലാവരും. ഇത് കുഞ്ഞു മക്കൾക്കായാലും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മളുടെ സ്കാൾപ്പിലൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കരുത്. ഷാമ്പു ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് കേട്ടോ. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ 1/2 മണിക്കൂറൊന്നും അവരുടെ തലയിൽ വെച്ചിരിക്കരുത്. അവർക്കൊക്കെ പെട്ടെന്ന് ജലദോഷം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ പോലെ 1/2 മണിക്കൂർ വെക്കാതെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കഴുകിക്കളയുക. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഡ്രൈ ഹെയർ ഉള്ള ആളുകളുടെ അടുത്ത് ഏതൊരു പാക്കും ചെയ്യുമ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഓയിൽ തൊട്ട് പുരട്ടിയിട്ട് വേണം പാക്ക് ഇടാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗിദൂസ് ഹെയർ ഓയിലാണ്. ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നല്ല സ്മെല്ലും കാര്യങ്ങളാണ്. മാത്രമല്ല, എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ്. 1 വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് ഒരു 10-20 തുള്ളിയാണ് നോർമലായിട്ട് മുടി കൊഴിച്ചിലൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കേണ്ടത്. നന്നായി സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ പാക്ക് എടുത്ത് സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഈ പാക്ക് നമുക്ക് സ്കാൾപ്പിലാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാക്ക് ഉപയോഗിച്ച് നന്നായിട്ട് സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ്.
ഇത് ആഴ്ചയിൽ 2 വട്ടം ചെയ്യുമ്പോൾ തന്നെ എത്ര വളരാത്ത മുടിയും നന്നായിട്ട് തിക്കോട് കൂടി വളരാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് നാൾ മുന്നേ ആയിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് താരനുണ്ട്, താരനുള്ളത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ഹോസ്റ്റലിലാണ്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വീട്ടിൽ വരുള്ളൂ. ആ ഒരു സമയത്ത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പാക്കും ആ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്നതുമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് നേഹ എന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. നേഹ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്.